ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൽ അൻകബൂത്ത് 46-47 ഈ രണ്ട് വചനങ്ങളാണ് ഇത് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്തത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വലാ തുജാദിലൂ അഹ്ലൽ കിതാബി, ഇതിൽ വലാ തുജാദിലൂ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അതിലെ വാവിന് 4-5 ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെതായതുകൊണ്ട് പ്രത്യേകിച്ച് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളൊന്നുമില്ല. എല്ലാം തർക്കീഖിന്റെ ഹർഫുകളാണ്, നേർപ്പിച്ച്. വലാ തുജാദിലൂ അഹ്ലൽ കിതാബി അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സനു ഇല്ലല്ലദീന ളലമു എന്ന് പറയുമ്പോൾ വായിന് മാത്രം തഫ്ഖീം കൊടുക്കണം. വായിന് തഫ്ഖീം കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക. ഇസ്തിഅലാഇന്റെ ഹർഫാണ്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. മിൻഹും സാക്കിൻത നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ചുരുക്കി പറയാം, ഇതുവരെയായി മിൻഹും എന്നതിലെ സാക്കിൻത നൂനിന്റെ നിയമം വലാ തുജാദിലു എന്ന മുൻഫസിലിന്റെ ദീർഘവും ഒഴിച്ച് പ്രത്യേകിച്ച് മറ്റ് അഹ്കാമുകളൊന്നും വരുന്നില്ല. മറിച്ച് മഖ്റജും സിഫത്തും എല്ലാം ക്ലിയറായി ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ഹർഫുകളും വ്യക്തമായി മൊഴിഞ്ഞുകൊണ്ട് ഓതുക. ഇസ്തിഫാലിന്റെ ഹർഫുകളാണ് ഈ വാ ഒഴിച്ച് ബാക്കിയെല്ലാം തർക്കീഖ് ചെയ്യണം. വഖൂലൂ ആമന്ന, ഖാഫിന് തഫ്ഖീം കൊടുക്കുക. വഖൂലൂ എന്നതിലെ വാവിന്റെ ദീർഘവും മദ് മുൻഫസിൽ ജായിസ് തന്നെ. 4-5 ഹർക്കത്തിന്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ആമന്ന, ഇതിലുള്ള നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശബ്ദ നൽകപ്പെട്ട നൂൻ. ബില്ലദീ ഉൻസില, ബില്ലദീ എന്നതിലെ യാഇന് മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഉൻസില ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ആളുകൾ ഉൻസില എന്ന് പറയുമ്പോൾ ചുണ്ട് എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അത് തന്നെ നൂൻ ഉച്ചരിക്കുമ്പോഴും വെക്കും. അങ്ങനെയല്ല വേണ്ടത്. ഉ എന്ന് ഉച്ചരിക്കുവാൻ എത്ര സമയം എടുക്കുക അത്ര സമയം മാത്രമേ ചുണ്ടുകളെ വൃത്താകൃതിയിലാക്കി ഉകാരം ഉച്ചരിക്കുവാൻ എടുക്കുന്ന രീതിയിൽ വെക്കേണ്ടതുള്ളൂ. പിന്നീട് ഇസ്തിഫാലിന്റെ ഹർഫായ നൂനിന്റെ ഉച്ചാരണത്തിലേക്ക് മാറണം. ഉൻസില എന്ന് ഉച്ചരിക്കുക. മറിച്ച് ഊൻസില പറയരുത്. മറിച്ച് ഉൻസില ഇലൈന. ഇതിലുള്ള സാക്കിനത നൂനിന്റെ നിയമം ഇഖ്ഫാ ഹഖീഖിയാണ്. മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശേഷം സായി ഇസ്തിഫാലിന്റെ ഹർഫായതുകൊണ്ടാണ് നൂനിന്റെ ഉച്ചാരണത്തിലും തർക്കീഖ് വേണം എന്ന് പറയുന്നത്. തർക്കീഖോട് കൂടിയാണ് നൂനിനെ ഉച്ചരിക്കേണ്ടത്. ഉൻസില, ഈ പദം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇലൈന വ ഉൻസില ഇലൈക്കും വ ഇലാഹുന. ഇലൈക്കും എന്നതിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ശേഷം വാവ് വരുന്നു, ആവർത്തിച്ച് വരുന്നുണ്ട്. വീണ്ടും ഇത് മീമും ശേഷം വാവും വരുന്നു. ഇവിടെയൊക്കെ ഇൽഹാർ ഷഫവി വ്യക്തമാക്കി സൂക്ഷ്മതയോടെ വേണം. കാരണം വാവ് ഷഫവിയാണ്. അതുകൊണ്ട് തന്നെ മീമിന്റെ ഉച്ചാരണം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. ഇലൈക്കും വഇലാഹുന, ഇലൈക്കും വഇലാഹുന വഇലാഹുക്കും വാഹിദ്. അവിടെയും അങ്ങനെ തന്നെ സാക്കിനത മീമും ശേഷം വാവും ഇൽഹാർ ഷഫവി വ്യക്തമാക്കി സൂക്ഷ്മതയോടെ ഉച്ചരിക്കുക. മീം അവ്യക്തമായി പോവരുത്. വഇലാഹുക്കും വാഹിദുൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. വാഹിദുൻ വ, അവിടെ തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന നാഖിസ്. വാവിലേക്ക് ലയിപ്പിച്ച് ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടാണ്
തൻവീനെ ഉച്ചരിക്കേണ്ടത്. വനഹ്നു ലഹു മുസ്ലിമൂൻ. ലഹു എന്നതിലെ ദീർഘം ഹാ ദമീറിന് മദ്ദുസ്സിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിന്റെ അളവിൽ തബീഇയായ ദീർഘം നൽകേണ്ടതാണ്. ലഹു മുസ്ലിമൂൻ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ലഹു എന്ന് പറഞ്ഞ് നിർത്തുകയില്ല. ഹാ ദമീറിന്റെ പ്രത്യേക നിയമമായത് കൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. വഖഫ് ചെയ്യുമ്പോൾ ലഹ് എന്ന് സുക്കൂനുമലാണ് നിർത്തേണ്ടത്. ശേഷം വകദാലിക അൻസൽനാ ഇലൈക. അൻസൽന ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച അതേ നിയമം തന്നെ. സക്കിനത്ത നൂൻ ശേഷം സായ് ഇസ്തിഫാലിന്റെ ഹർഫാണ് സാ. അതുകൊണ്ട് മറച്ചു പണിച്ച് ഉച്ചരിക്കുക. നൂനിന് ആ ഉച്ചാരണത്തിൽ തർക്കീഖാണ് വേണ്ടത്. അൻസൽന. അൻസൽന എന്നതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇലൈക്കൽ കിതാബ് ബായിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യണം. വഖഫ് ചെയ്യുമ്പോൾ അതിന് സുക്കൂൻ വരുന്നു. ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കി ബായിന്റെ ഉച്ചാരണം കേൾപ്പിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ഇലൈക്കൽ കിതാബ് ദീർഘം മദ് ആരിദുൽ സുക്കൂൻ എന്നതാണ്. വഖഫിനു വേണ്ടി കൂടുതൽ ദീർഘിപ്പിക്കാം. 4 ഹറക്കത്തിന്റെ അളവിൽ തവസ്സുത്താണ് ഉത്തമം. ഇനി 6 ഹറക്കത്ത് വരെ നീട്ടുകയും ചെയ്യാം. ഇലൈക്കൽ കിതാബ് ഫല്ലദീന ആതൈനാഹുമുൽ കിതാബ യുഅ്മിനൂന ബിഹി. യുഅ്മിനൂന ഹംസയുടെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യുമിനൂന എന്ന അവ്യക്തമായി പോകരുത്. യുഅ്മിനൂന ശിദ്ദത്തിന്റെ ഹർഫാണ് ഹംസ. കൂടാതെ ആതൈനാഹുമുൽ കിതാബ് അവിടെ ആതൈനാഹും എന്ന സാക്കിനത്തായ മീമിന്റെ സുക്കൂൻ മാറി ദമ്മ വരികയാണ്. ഇൽത്തിഖാഉ സാക്കിനൈന്റെ പരിഹാരമായി തഹ്രീക്ക് എന്ന രീതി സ്വീകരിച്ചുകൊണ്ട് ആതൈനാഹുമുൽ കിതാബ് യുഅ്മിനൂന ബിഹി അവിടെ ചേർത്ത് ഓതുമ്പോൾ മദ്ദുസ്സിലത്ത് സുഗ്റ യുഅ്മിനൂന ബിഹി വമിൻ എന്ന് ഹാ ദമീറിനെ ദീർഘിപ്പിക്കും. വമിൻ ഹാഉലാഇ 2 ദീർഘമാണ് ഇതിലുള്ളത്. ആദ്യത്തേത് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലാണ്. മുൻഫസിലിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മുത്തസിൽ നിർബന്ധമായും ദീർഘിപ്പിക്കേണ്ടതുമാണ് 4-5 ഹറക്കത്തിന്റെ അളവിൽ. വമീൻ എന്നതിലെ സാക്കിനത്ത നൂനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാര വെളിയാക്കണം. അപ്പോൾ വമീൻ ഹാഉലാഇ ഇവിടെ സൂക്ഷിക്കേണ്ടത് 4-5 എന്ന് നമ്മൾ പറയുമ്പോൾ മുൻഫസിലിന് കൂടുതലും മുത്തസിലിന് കുറച്ചുമായി പോകരുത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. മുത്തസിലാണ് അഖ്വയായത് ദീർഘം. അതുകൊണ്ട് ഒന്നുകിൽ 2നും ഒരേ അളവിൽ, അല്ലെങ്കിൽ മുൻഫസിലിന് കുറച്ച് 4 ഹറക്കത്ത്, മുത്തസിലിന് 5, അങ്ങനെയുമാകാം. വമിൻ ഹാഉലാഇ മൻ യുഅ്മിനു ബിഹി. മൻ എന്നതിലെ സാക്കിനത്ത നൂനിനെ ഇദ്ഗാം ബിഗുന്ന നഖ്സ് യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലയിപ്പിച്ച് ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് മൻ യുഅ്മിനു ബിഹി. വമാ യജ്ഹദു ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കുക. ബിആയാതിന വമാ യജ്ഹദു ബിആയാതിന ഇതിലുള്ള ദീർഘവും മദ് മുൻഫസിൽ ജായിസ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ബിആയാതിന ഇല്ലൽ കാഫിറൂൻ റായിന് തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കണം. ഇതുവരെയുള്ള തഫ്ഖീമിന്റെ വളരെ ചുരുങ്ങിയ അക്ഷരങ്ങൾ എല്ലാം തർക്കീഖാണ്. ഈ തഫ്ഖീമിന്റെ അക്ഷരങ്ങൾ ഒഴിച്ച് എല്ലാറ്റിനും തർക്കീഖാണ് കൊടുക്കേണ്ടത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولا تجادلوا
أهل الكتاب إلا بالتي هي أحسن إلا الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا وإلهكم واحد ونحن له مسلمون. وكذلك أنزلنا إليك الكتاب فالذين آتيناهم الكتاب يؤمنون به ومن هؤلاء من يؤمن به وما يجحد بآياتنا إلا الكافرون.